കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് കേരള PSCയുടെ പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ മൊഡ്യൂൾ 7 അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന മൊഡ്യൂളിലെ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4ാമത്തെ പാർട്ടാണ്. ആദ്യ 3 പാർട്ടുകൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. നോട്ടുകൾക്ക് ടെലഗ്രാം ഫോളോ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ സിസ്റ്റം മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇതിലാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന IPയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെയാണ് പ്ലേലിസ്റ്റിൽ ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് 4ാമത്തെ ഭാഗമായിട്ട് വരുന്നത് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ സർവീസ്, ഇതുപോലുള്ള ഫണ്ട് ഫ്ലോ, അതായത് ഫണ്ടുള്ള ആളുകളുണ്ട്, ഫണ്ട് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് അത് ചാനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്ന സിസ്റ്റത്തെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുക. അതായത് നെറ്റ്വർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിലൊരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. ഏത് മാർക്കറ്റാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി, പിന്നെ ബോണ്ടുകൾ, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ കാണാൻ പറ്റും. സർവീസ് ഉണ്ട്, ബാങ്കിങ് സർവീസ്, അതുപോലെ ഇൻ്റർമീഡിയറ്റ് സർവീസുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതൊക്കെ ഫങ്ഷൻസ് ആയിട്ട് വരും. എന്തിൻ്റെ? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ. ഇപ്പോൾ മൊബിലൈസേഷൻ ഓഫ് സേവിങ്, അതൊരു ഫങ്ഷനാണ്. ഇപ്പോൾ സേവിങ് ഹാബിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നത് ഈ സിസ്റ്റത്തിലൂടെ പോസിബിൾ ആണ്. അതെങ്ങനെയാണ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കാം. അലോക്കേഷൻ ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സ് ഇല്ലാത്ത ആളുകളിലേക്ക് ഉള്ള ആളുകളിൽ നിന്ന് റിസോഴ്സ് എന്ത് ചെയ്യാറുണ്ട്? അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതിൻ്റെ ഒരു ചാർജ് ആര് കൊടുക്കേണ്ടി വരും? റിസോഴ്സ് എടുക്കുന്ന ആൾ കൊടുക്കേണ്ടി വരും. ഫെസിലിറ്റേഷൻ ഓഫ് പേയ്മെൻറ്റ്, നമ്മൾ ഇന്ന് കാണുന്ന പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ആരുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. റിസ്ക് ട്രാൻസ്ഫർ, ഡെറിവേറ്റീവ് പോലെ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് ആ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരിലേക്ക്? റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അവർക്കൊരു ഫീസ് പ്രീമിയം പേയ്മെൻറ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ ഇൻഷുറൻസ് പോലെ, ഡെറിവേറ്റീവ്സ് പോലെ. പ്രൈസ് ഡിസ്കവറി പ്രോസസ്സും കൂടെ എന്തിൻ്റെ ഭാഗമാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്കറിയാം, ഓരോ സ്റ്റോക്കുകൾക്ക് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും, ഒരു മുഖവില ഉണ്ടാവും. മാർക്കറ്റിൽ അതിനൊരു വില ഉണ്ടാകും. ആ മാർക്കറ്റിലെ വില ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറുണ്ട്. ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് അത്ര മെക്കാനിസത്തിൻ്റെ ഫലമായിട്ട് അതിലെന്തുണ്ടാവാറുണ്ട്? മാറ്റം ഉണ്ടാവാറുണ്ട്. ഒരു പോയിന്റിലേക്ക് അത് എത്താറുണ്ട്. ആ പ്രൈസ് നമ്മൾ പ്രൈസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പ്രൈസ് ഡിസ്കവറി പ്രോസസ്സും ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ എന്താണ്? പോസിബിളാണ്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി പറയേണ്ടത് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് 4 പാർട്ടാണുള്ളത്, 4 കമ്പോണൻ്റാണ്. ഈ 4 കമ്പോണൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ 7 തീരും. അപ്പം അത്രയും വൈഡാണ് ഈ പോയിന്റുകൾ. പക്ഷേ ഈ പോയിന്റിനെ മൊത്തത്തിലാണ് എന്ത് പറയല്? ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ എലമെൻറ്റുകളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർ മാത്രം പോരാ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അതിൽ പങ്കെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ എന്തുണ്ട്? ഫിനാൻഷ്യൽ സർവീസും എന്തുണ്ട്? അവിടെ അതിൻ്റെ ഭാഗമായിട്ട് വരും. എന്തിൻ്റെ? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള 4 കമ്പോണൻസ്. ഇപ്പോൾ ഇതിലൊരു എലമെൻറ്റ് മാറ്റിയിട്ട് താഴെ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായത് ഏത്, അല്ലാത്തത് ഏതൊക്കെ ഓപ്ഷൻസ് വെച്ചിട്ട് MCQ ചോദിക്കാം. അപ്പോൾ അതിന് എന്തറിയണം? ഈ 4 പോയിന്റുകൾ ഏത് സമയത്ത് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളായ 4 പാർട്ട്, 4 എലമെൻറ്റ്, 4 കമ്പോണൻസ്: ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, സർവീസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്, ഇൻസ്ട്രുമെൻറ്റ്, സർവീസ് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്, ഇൻസ്ട്രുമെൻറ്റ്, സർവീസസ്.
നമുക്കിനി ഓരോ എലമെൻറ്റുകൾ ഇതിൽ നോക്കേണ്ടതുണ്ട്, ഓരോ കമ്പോണൻറ്റ് നോക്കാം. ആദ്യത്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് പറയും, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് പറയും, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളെന്ത് പറയും, സർവീസും പറയും. നോക്കാം ഓരോ പോയിന്റ്. ദീസ് ആർ ദ ഇൻ്റർമീഡിയറീസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ബാങ്കുകളാണ്. ബാങ്കുകളിൽ പല വിധമുണ്ട്, ബാങ്കിങ്, നോൺ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പല കാറ്റഗറി ഉണ്ടല്ലോ. അവയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാം. അപ്പോൾ ദീസ് ആർ ദ ഇൻ്റർമീഡിയറീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ഇടയിൽ നിൽക്കുന്ന ഇൻ്റർമീഡിയറികളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവ മെയിനായിട്ട് 2 കാറ്റഗറി ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് എന്താണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മറ്റൊന്ന് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ അവിടെ കൊമേഴ്സ്യൽ ബാങ്ക്സ് വരാം, കോപ്പറേറ്റീവ് ബാങ്ക്സുകളുണ്ട്, RRBs, റീജിയണൽ റൂറൽ ബാങ്കുകൾ, അങ്ങനെ പല കാറ്റഗറി ടൈപ്പ് ഓഫ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പല കാറ്റഗറി ബാങ്കിങ് ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അപ്പോൾ അതാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഒരു ടീം. മറ്റൊരു ഗ്രൂപ്പ് ഏതാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC ആണ്. NBFC എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇൻഷുറൻസ് കമ്പനികൾ, LIC, ICICI പ്രൊഡൻഷ്യൽ, അങ്ങനെ പൊതുമേഖലയിലും അല്ലാതെയും പബ്ലിക്, പ്രൈവറ്റായിട്ടും ഫോറിനായിട്ടും പല ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ര വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് ടീമുകളുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് NABARD ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് SIDBI ഉണ്ട്. അങ്ങനെ ഓരോ സെക്ടർ വൈസ് എന്തുണ്ട്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇവയാണ് എന്ത് പറയൽ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാം. ബാങ്കിങ്ങും നോൺ ബാങ്കിങ്ങും 2 കാറ്റഗറിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ രീതികളിൽ മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ടൈപ്സ് എന്ന രീതിയിൽ അതിൻ്റെ സബ് പോയിൻറ്റ്സുകൾ ഓർമ്മ ഉണ്ടാവണം. ഫിനാൻഷ്യൽ മാർക്കറ്റ്, നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ്, ഇനി രണ്ടാമത്തെ എലമെൻ്റാണ് എന്ത്, ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഒരു മാർക്കറ്റാണ്. അവിടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളായിരിക്കും എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ്. ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ് വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എൻഗേജ് ഇൻ ദി ട്രേഡ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. അവിടെ ട്രേഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ആര്? ബയേഴ്സും സെല്ലേഴ്സും. എവിടെ? മാർക്കറ്റ് പ്ലേസ് എന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന മാർക്കറ്റ് പ്ലേസിൽ. അപ്പോൾ അവർ ആ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് ഒരു ടേമാണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ മീനിങ് ഇതിന് കൂടെ കിട്ടി. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് ചോദിച്ചാൽ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസ്, ബോണ്ട്, കറൻസീസ്, ഡെറിവേറ്റീവ്സ്, ഇവയൊക്കെ സൂചിപ്പിക്കുന്ന പേരാണെന്ത്? ഫിനാൻഷ്യൽ അസറ്റ്സ്. ഷെയർ, ബോണ്ട്, കറൻസീസ്, ഡെറിവേറ്റീവ്സ്, ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകളെയാണ് എന്ത് പറയാല്, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയാം. ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന മാർക്കറ്റ് പ്ലേസിൽ നടക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്തെല്ലാമാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? രണ്ടാമത്തെ മെയിൻ എലമെൻ്റായ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? മൊബിലൈസിങ് സേവിങ്സ് ആൻഡ് ചാനലിങ് ദം ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് 2 ഫംഗ്ഷൻ ഒന്നിച്ച് പറയുന്നുണ്ട് ഈ പോയിന്റിൽ. ഒന്ന് മൊബിലൈസിങ് സേവിങ് ഹാബിറ്റ്, സേവിങ് എന്ത് ചെയ്യാം, കൂട്ടുക. അപ്പോൾ സേവിങ് കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. സേവിങ് വലിയൊരു ഫണ്ടായിട്ട് പല ആളുകളുടെ കയ്യിലോ പല ബാങ്കുകളിലൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ തുടർന്ന ഫംഗ്ഷൻ എന്താണ്? ചാനലിങ് ദം ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പിന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നടക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യണം. അതായത് സാധാരണ പറയാറുണ്ട് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും കണക്റ്റഡ് ആണ്. സേവിങ് ഉണ്ടെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സേവിങ് ആണ്. അപ്പോൾ സേവിങ് ഉണ്ടാക്കുക, അതെന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുക. അതിനൊരുപാട് ഓപ്ഷൻസുകളും പല വെറൈറ്റി ബെനിഫിറ്റുകളും എവിടെ കിട്ടും? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സേവിങ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫണ്ട് റേസിങ് നടക്കും. ഫണ്ട് ഉള്ളവർക്ക് ഫണ്ട് കിട്ടും. ഫണ്ട് എക്സസ് ഉള്ളവർക്ക് അതിൻ്റെ ഫണ്ട് നൽകിയതിൻ്റെ ബെനിഫിറ്റായിട്ട് അത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ടോ വെൽത്ത്
മാക്സിമൈസേഷൻ ആയിട്ടോ ഡിവിഡൻ്റ് ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. മറ്റൊരു ഫംഗ്ഷന് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനും കൂടിയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് വീണ്ടും പറയുന്നു ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. നേരത്തെ നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് പറഞ്ഞത്, അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യും കാരണം അത് അതിൻ്റെ ഭാഗമാണല്ലോ. പ്രൈസ് ഡിസ്കവറി, ഡിമാൻഡ് സപ്ലൈ മെക്കാനിസം. ഓരോ കേസുകളിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലോ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇൻസ്ട്രുമെൻറ്റ് മുകളിൽ പറഞ്ഞ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിലോ, ഇപ്പോൾ ഷെയറുകളുടെ വില എങ്ങനെയാണ് ഫിക്സ് ആവുന്നത്? അത് കമ്പനി അല്ലല്ലോ ഫിക്സ് ആക്കുന്നത്. അത് ആ സമയത്ത് ഒരു മാർക്കറ്റ് ഹവറിൽ അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് സെറ്റ് ആകും. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡിൽ അതിൻ്റെ ഡിമാൻഡ് പ്രൈസ് സപ്ലൈക്ക് അനുസരിച്ച് ആ പ്രൈസിൽ എന്ത് ചെയ്യാറുണ്ട്, മാറ്റം വരാറുണ്ട്. പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പല അസറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഗോൾഡുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്, ഭൂമിയുള്ള ആളുകൾ ഉണ്ടാവാം, അതുപോലെ മറ്റെന്തെങ്കിലും വിധത്തിൽ മൂവിങ്ങോ ഇമ്മൂവബിളൊക്കെ അസറ്റൊക്കെ ഉണ്ടാവും. അതൊന്ന് ക്യാഷ് ആക്കാനുള്ള പാട് എത്രയായിരിക്കും? ഇപ്പോൾ ഭൂമിയുള്ള ആൾക്ക് ഈ സെക്കൻഡിൽ ഭൂമി വിൽക്കാൻ കഴിയില്ലല്ലോ, അതിന് ഒത്ത പാർട്ടി വരണം. ആ പാർട്ടിയിൽ പറയുന്ന പ്രൈസ് നമുക്ക് എന്താണ്, നമ്മൾ വിചാരിച്ച പ്രൈസ് എത്തും വേണം, എങ്കിൽ ആ കച്ചവടം നടക്കുകയുള്ളൂ. ഇപ്പോൾ ഗോൾഡിൻ്റെ കേസാണെങ്കിലോ അത് പലപ്പോഴും പറയാറുണ്ടല്ലേ, വാങ്ങിയ വില എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല, അതിൻ്റെ പണിക്കൂലിയും ഒക്കെ കുറച്ച് തട്ടി കഴിച്ചാൽ പിന്നെ എന്തും ഉണ്ടാവാറില്ല. പിന്നെ അത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാനും കഴിയാറില്ല. അതിന് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും പ്രശ്നങ്ങളില്ലാതെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലാതെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ബൈ സെൽ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഹവറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡും ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്. ലിക്വിഡിറ്റി എന്ന ഫാക്ടർ വളരെ കൂടുതലാണ്, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഹവറിൽ കയ്യിൽ ഹോൾഡിങ്ങുള്ള ഷെയർ നമുക്ക് വില പറ്റിയ ഒത്ത വിലക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിൽക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഓൺലൈൻ ആണെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഒറ്റ സെക്കൻഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സ് കഴിയും ചെയ്യും, അതിൻ്റെ എല്ലാ കാര്യവും തീരും. ഇപ്പോൾ ഒരു ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കണം, അതിൻ്റെ പൈസ കൊടുക്കണം, രജിസ്ട്രേഷൻ, സ്റ്റാമ്പിങ്, മുദ്ര പേപ്പർ, അതിൻ്റെ ആധാരമെഴുത്ത്, എന്തെല്ലാം ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ ബദലായിട്ട് പല കാര്യങ്ങളും ഇവിടെ ഓൺലൈൻ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാമ്പ് പേപ്പറൊക്കെ ഇവിടെ ഉണ്ടാകും ഓൺലൈനിലായിട്ട് ഷെയർ വാങ്ങുമ്പോഴും, പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല. അത് ഇത്തരം ചാർജുകളൊക്കെ അതിൻ്റെ കൂടുതലാണ് സെറ്റായി പോകുന്നുണ്ട്. അത്തരം സംവിധാനങ്ങളാണുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി എന്നത് വലിയൊരു ഫാക്ടറാണ്. ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് പെട്ടെന്ന് ക്യാഷ് ആകുമ്പോൾ അത് ക്യാഷാക്കി പോകാറുണ്ട്. നമ്മൾ പത്രങ്ങൾ കാണാറുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യാണ് അല്ലെങ്കിൽ അവർ ബൈ ചെയ്യാണ്, അതനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യാറുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് സെക്കൻഡിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലുള്ള ഫണ്ടൊക്കെ എടുത്തിട്ട് വിറ്റിട്ട് ക്യാഷാക്കി പോകാൻ പറ്റും. കാരണം അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഉള്ളത്, വളരെ അട്രാക്റ്റീവായ മറ്റ് മാർക്കറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ അവർക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിനെ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. തിരിച്ചു സംഭവിക്കാം. അപ്പോൾ അതെന്താവും, പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അവർ ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് അട്രാക്റ്റീവായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ഫണ്ടുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പോസിറ്റീവായിട്ടും അത് എഫക്റ്റ് ചെയ്യും. റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഭൂമി വാങ്ങുക വിൽക്കുക എന്തെല്ലാം ചിലവുണ്ട്, ബ്രോക്കറേജ് വരെ വലിയ ചിലവായിരിക്കും. പിന്നെ അതുപോയി ബന്ധപ്പെട്ട മറ്റ് ചിലവുകളൊക്കെ ഇവിടെ ആണെങ്കിൽ എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. അത്തരം ഫിക്സഡ് ചാർജുകളും അതിന് സർവീസ് ചാർജും GST കാര്യങ്ങളും മാത്രമേ ആവുകയുള്ളൂ. അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, ലോ ആയിരിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചിലവുകളൊക്കെ എന്താണ്, ലോ ആണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞ്, അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഫിനാൻഷ്യൽ ഫസ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ മെയിൻ പോയിന്റാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, ഫങ്ഷൻ എന്താ, മീനിങ് എന്താ. കാരണം ആ ഫിനാൻഷ്യൽ അസറ്റ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ്, പിന്നെ ബൈ സെൽ ചെയ്യുന്ന മാർക്കറ്റാണ്. ഷെയർ ബോണ്ടൊക്കെ ആയിരിക്കും അവിടെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തെല്ലാം തരത്തിലുണ്ട് ഇന്ത്യയിൽ? മെയിനായിട്ട് മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒറ്റ പോയിന്റിലെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു പക്ഷേ അവിടെ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് രണ്ട് സ്ഥലത്ത് ഒരേ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ക്യാരക്ടറിലെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് പറയും, അത് മണി മാർക്കറ്റാണ് അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റാണെന്ന് പറയാൻ ചെയ്യുള്ളൂ. നോക്കാം.
ഇപ്പോൾ മണി മാർക്കറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം മാർക്കറ്റാണ് നാം ഓർമ്മ വരുന്നത്. ഷോർട്ട് ടേം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുക. അതായത് ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ എന്ന CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ബിലോ 1 ഇയർ. ഇപ്പോൾ കൊമേഴ്സ്യൽ ട്രഷറി ബില്ലൊക്കെ ആണെങ്കിൽ 90 ഡേയ്സ് 182 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെച്യൂരിറ്റിയുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അതേപോലെ കൊമേഴ്സ്യൽ പേപ്പറൊക്കെ. അപ്പോൾ ഇതൊക്കെ 1 ഇയർ ബിലോ ഉള്ള ഇത്തരം ഷോർട്ട് ടേം മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് ഈ ഷോർട്ട് ടേം മാർക്കറ്റായ മണി മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. ഇവിടുത്തെ റെഗുലേറ്റർ ഒരിക്കലും എന്തല്ല, സെബി അല്ല. പലപ്പോഴും ചോദിക്കുന്ന ഒരു PSC ക്വസ്റ്റ്യൻ കൂടിയാണ്. മണി മാർക്കറ്റ് ആരാ റെഗുലേറ്റ് ചെയ്യുക? അത് RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ മണി മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിൽ നിന്ന് എഴുതാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം വീണ്ടും പറയുന്നു, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മാർക്കറ്റാണ്. ഷോർട്ട് ടേം മാർക്കറ്റ് ഫോർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ ഇൻസ്ട്രുമെൻ്റ് എന്തൊക്കെയാണ് അവിടെ ഡീൽ ചെയ്യാം? ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ആരാണ് മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹൈ ലിക്വിഡിറ്റിയാണ്. കാരണം ഇത്തരം മാർക്കറ്റ് ഹൈലി ലിക്വിഡാണ്. ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഹവറിൽ ക്യാഷ് ആക്കാം. പിന്നെ ലോ റിസ്ക് ആണ്. കാരണം ഇവിടെ RBIൻ്റെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇൻട്രസ്റ്റ് ആണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അവർക്ക്. അപ്പോൾ ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻകം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിൻ്റെ മണി വാല്യൂക്ക് വെച്ചിട്ട് വരും വർഷങ്ങളിൽ എത്ര കിട്ടും, 10 വർഷം ഹോൾഡ് ചെയ്ത് എന്ത് കിട്ടുന്നു കറക്റ്റ് നമുക്ക് ഇപ്പോഴെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് കാൽക്കുലേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനൊക്കെ പോസിബിളാണ്. ദെൻ യൂസ്ഡ് ബൈ ഗവൺമെൻറ് ആൻഡ് കോർപ്പറേഷൻ ഫോർ ഷോർട്ട് ടൈം ഫിനാൻസിങ്. പ്രത്യേകിച്ച് ബാങ്കുകൾ പോലും ഷോർട്ട് ടൈം ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഫോർ എ സിംഗിൾ ഡേ, ഒറ്റ ഫോർട്ട് നൈറ്റിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് മറിക്കാനൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ പറഞ്ഞ മണി മാർക്കറ്റിൽ ഇത്തരം ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാറുണ്ട്. RBI റെഗുലേറ്റർ ആയതുകൊണ്ട് തന്നെ RBIൻ്റെ ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതായത് മോണിറ്ററി റെഗുലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഫണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്, RBI ഇത്തരം ഇൻസ്ട്രുമെൻറ്റ് ബൈ സെൽ ചെയ്യാറുണ്ട് ബൾക്കായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ എന്തുണ്ടാവും, ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് ആ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് കൺട്രോൾ ചെയ്യാൻ, ഫണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. നോക്കാം, മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ 2 പാർട്ടാണല്ലോ, 2 ടൈപ്പാണല്ലോ. രണ്ടാമത്തെ എലമെൻ്റ് നമ്മൾ എടുക്കുന്നത്. ആദ്യം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താ പറഞ്ഞു, ഫങ്ഷൻ പറഞ്ഞു. അതിൻ്റെ ടൈപ്പാണ് മണി മാർക്കറ്റും 2 ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് ഷോർട്ട് ടേം എന്താണ് മാർക്കറ്റ് ആണെങ്കിൽ ബിലോ 1 ഇയർ ആണെങ്കിൽ, എബോവ് 1 ഇയർ ആണെന്ത്, മോർ ദാൻ 1 ഇയർ ആണെന്ത് ലോങ് ടേം മാർക്കറ്റ് എന്ന ക്യാപിറ്റൽ മാർക്കറ്റ്. ലോങ് ടേം മാർക്കറ്റ് ഫോർ ഫണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകൾ വരിക. നമ്മൾ കാണുന്ന ഓഹരി വിപണിയൊക്കെ എന്തിനു കീഴിലാണ് വരിക, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അണ്ടറിലാണ് വരിക. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന് 2 പാർട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും നേരത്തെ പറഞ്ഞ പോലെ മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിനെ പോലെ ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂ ആണ്, ഫ്രഷ് ഇഷ്യൂ ആണ്, ആദ്യമായിട്ട് വരല് എന്താണ് പ്രൈമറി മാർക്കറ്റിലാണ്. ഇപ്പോൾ പുതിയൊരു കമ്പനി പുതുതായിട്ട് അവരുടെ ഷെയർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ലിസ്റ്റിംഗ് എന്ന് പറയും. ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കമ്പനി ആദ്യമായിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷനും അപ്ലിക്കേഷനും ഒക്കെ നടക്കേണ്ട സ്ഥലമാണെന്ത്, പ്രൈമറി മാർക്കറ്റ് എന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അവിടുന്ന് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടി ഡിമാറ്റിലേക്ക് ആ ഷെയർ വന്നിട്ട് പിന്നെ തൊട്ടടുത്ത ദിവസം അത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോഴേ അത് പിന്നെ ബൈ സെല്ല് നടക്കുകയുള്ളൂ. അപ്പോൾ ഷെയർ കിട്ടിയ ആൾ ആ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം വിൽക്കാൻ തോന്നുകയാണെങ്കിൽ അദ്ദേഹം അപ്പോഴത്തെ വിലക്ക് എന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യും. അപ്പോൾ ആ സെല്ല് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്, സെക്കൻഡറി മാർക്കറ്റ്. അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ വാങ്ങുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ഇഷ്യൂ അല്ല, കാരണം അത് ആൾറെഡി ഒരാൾ കിട്ടിയതാണ്, അയാൾ പിന്നെ മറിച്ച് വെക്കുകയാണ്. അപ്പോൾ ആൾറെഡി കിട്ടുന്ന ആ മാർക്കറ്റ് മണി മാർക്കറ്റും പിന്നീട് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെ, സെക്കൻഡറി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണിത്. എന്താണ്, ഷെയർ കൊടുത്ത് ക്യാഷ് വാങ്ങുകയാണ്. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സ്ഥലമാണ് എന്ത്, ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ ഫ്രഷ് ഇഷ്യൂ അല്ല, അവിടെ ഓൾറെഡി ഉള്ളത് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന വേറെ പേര്. എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ്, അതൊക്കെ എന്താണ്, ഫ്രഷ് ഇഷ്യൂ അല്ല. അവിടെ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് ബൈ ഓർ സെല്ല് എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ മാർക്കറ്റാണ് എന്ത്, ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. ഞാൻ വീണ്ടും പറയുന്നു,
നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഒരു എലമെൻ്റായ ഫിനാൻഷ്യൽ മാർക്കറ്റ് 2 ടൈപ്പ് ഉണ്ട്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ വ്യത്യാസം എന്താണ്? ബിലോ 1 ഇയർ എബോ 1 ഇയർ എന്ന കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്, ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. അങ്ങനെ മണി മാർക്കറ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ്, മണി മാർക്കറ്റിൽ റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണെന്നും ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് പറഞ്ഞ് ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞല്ലോ. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം മാർക്കറ്റാണ്, ലോങ് ടേം മാർക്കറ്റ് ഫോർ ഫണ്ട് ആണെന്നും ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റികൾ വരിക എന്ന് പറഞ്ഞു. ആ ക്യാപിറ്റൽ മാർക്കറ്റ് 2 സെഗ്മെൻ്റ് ഉണ്ട്, 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റാണ്. ഉദാഹരണമായിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഇപ്പം NSDL അവർ ഒരു IPO ഇപ്പോൾ ഈ ആഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് അപ്ലൈ ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. അവരെ വെച്ച സ്ഥാനത്തേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ വന്ന് എനിക്ക് തോന്നുന്നത് 10-20 ഇരട്ടി അപേക്ഷകർ വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്കൊന്നും അത് കിട്ടൂല, അത് ഒരു അത്രത്തോളം ഷെയർ ഇല്ലല്ലോ. പിന്നെ അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ ഭാഗ്യമുള്ള ആളുകൾക്ക്, കാരണം ഓവർ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് കിട്ടുന്നവർക്ക് മെച്ചമുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡിമാറ്റിലേക്ക് അത് വരും. വന്നിട്ട് എന്നാണോ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് സെബിൻ്റെ നിർദ്ദേശപ്രകാരം, ആ ദിവസം ആ സ്റ്റോക്ക് എവിടെ എത്തും? മാർക്കറ്റിലേക്ക് എത്തും. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മുൻപേ ഡിമാറ്റിലേക്ക് വന്ന ആളുകൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ അത് കിട്ടുള്ളൂ. മാർക്കറ്റിൽ ആർക്കെങ്കിലും വാങ്ങാൻ സ്വാഭാവികമായിട്ടും വിൽക്കും, കാരണം ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ആളുകളൊക്കെ വന്ന് വിൽക്കും. അന്നത്തെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് ആ ഒരു വിലക്ക് എന്ത് ചെയ്യാം? വാങ്ങാൻ തയ്യാറായ ആൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഡിമാറ്റിലേക്ക് എത്തുന്നവരെ അതെന്താണ്? പ്രൈമറി മാർക്കറ്റിൻ്റെ ഭാഗമാണ്. തൊട്ടടുത്ത ദിവസം അത് എക്സ്ചേഞ്ചിൽ അത് കിട്ടിയ ആളുകൾ വിൽക്കുന്ന സമയത്ത് അതെന്തായി മാറണം? അത് പ്രൈമറി ഉള്ളത് സെക്കൻഡറി മാർക്കറ്റായി മാറുന്നു. കാരണം പിന്നെ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് പിന്നെ ഡീലിങ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. ഓൾറെഡി ഉള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയാണ്. ക്യാഷ് വാങ്ങി ഷെയർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് ഷെയർ വാങ്ങുകയാണ്. അങ്ങനത്തെ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് എന്ത്? സെക്കൻഡറി മാർക്കറ്റ്. അവിടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ടാവില്ല. ഫ്രഷ് ഇഷ്യൂ എവിടെ ഉണ്ടാവുള്ളൂ? പ്രൈമറി മാർക്കറ്റിലേ ഉണ്ടാവുള്ളൂ. അതിനെന്ത്? ന്യൂ മാർക്കറ്റ് എന്ന ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് എന്ന പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? എക്സ്ചേഞ്ചാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, സെക്യൂരിറ്റി മാർക്കറ്റാണ്. അതിനെന്താ പറയുക? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്യുക, ഈ പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയിലാണ് ഫ്രഷ് ഇഷ്യൂ, അത് പിന്നീട് വിൽക്കുന്ന സമയത്ത് അതെവിടെ എത്തും? എക്സ്ചേഞ്ചായിട്ട് സെക്കൻഡറി മാർക്കറ്റിലെത്തും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യും? സെക്കൻഡറി മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിൽക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഡയറക്റ്റായിട്ട് കമ്പനിക്ക് കിട്ടൂല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NSDLൻ്റെ സ്റ്റോക്കുകൾ നേരിട്ട് കമ്പനി ക്യാഷ് വാങ്ങിയിട്ട് അതിന് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ പ്രീമിയം എമൗണ്ട് ആർക്ക് കിട്ടും? നേരെ കമ്പനീൻ്റെ പോക്കറ്റിലേക്ക് വരും. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്ത് അവർ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതവിടെ എത്തി, സെക്കൻഡറി മാർക്കറ്റിലെത്തി. പിന്നെ ഷെയറിന് വില കൂടിയാലും കുറഞ്ഞാലും നേരിട്ട് ആരെ ബാധിക്കൂല? NSDL ബാധിക്കൂല. കാരണം അവർക്ക് കിട്ടേണ്ട പ്രീമിയം എമൗണ്ട്, വലിയൊരു എമൗണ്ട് ആദ്യമേ കിട്ടി. പിന്നീട് ബാധിക്കും, കാരണം ആ കമ്പനിൻ്റെ നല്ലൊരു പങ്ക് ഷെയർ അവരുടെ കയ്യിൽ പിന്നെയും ഉണ്ടാവുമല്ലോ. ഒരു 50, 60, 70% ഷെയർ NSDL ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില കൂടാനും കുറയാനും എന്ത് കാരണമാക്കും? പിന്നീട് മാർക്കറ്റിൽ വരുന്ന വില ഏറ്റക്കുറച്ചിൽ കാരണമാക്കും. അങ്ങനെ ബന്ധമുണ്ടെന്നല്ലാതെ ഡയറക്റ്റായിട്ട് അവരെ പിന്നീട് എന്ത് ചെയ്യില്ല, അത് അവരെ ബാധിക്കൂല. അത് പ്രൈമറി മാർക്കറ്റോട് കൂടി അവരുമായിട്ടുള്ള ടച്ച് വിട്ടു കഴിഞ്ഞത്. നോക്കാം എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റാണ് സെക്കൻഡറി മാർക്കറ്റിൽ വരിക. ഷെയർ അല്ലെങ്കിൽ ഡിബെഞ്ചർ, ബോണ്ട്. സെക്കൻഡറി മാർക്കറ്റ് എന്നല്ല, ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്. ഡിബെഞ്ചറും ബോണ്ടും രണ്ടും ഒന്നാണ്. ഇറക്കുന്ന ആളുകളിൽ മാറ്റേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് ഡിബെഞ്ചർ ഇറക്കുക, ഗവൺമെൻറ്റാണ് ബോണ്ട് ഇറക്കുക. ഇപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി ബോണ്ടിനാണ് ഉണ്ടാവുക, കാരണം ഗവൺമെൻറ് ബാക്കപ്പ് ആണല്ലോ. മറ്റേത് കോർപ്പറേറ്റുകൾ പിന്നെ അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. അതിനുള്ള സെറ്റപ്പും റേറ്റിങ്ങും ഒക്കെ നിലവിലുണ്ട്. അതൊക്കെ നോക്കിയ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ മറ്റൊരു പ്രധാന പോയിൻ്റാണ് എന്ത്? റെഗുലേറ്റഡ് ആരാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ സെബി ആണ്. നേരത്തെ പറഞ്ഞു RBI ആണ് എന്ത്? മണി മാർക്കറ്റ് റെഗുലേറ്റർ.
സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ആരാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഈ മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നുണ്ട്. BSE NSE പോലെ ഡൊമസ്റ്റിക് എക്സ്ചേഞ്ചിന് പുറമെ എന്താ പറയുക, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫോറക്സ് എക്സ്ചേഞ്ച് ഉദ്ദേശിച്ചിട്ടോ, ഫോറിൻ കറൻസിയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ എക്സ്ചേഞ്ച് ചെയ്യുക? ഷെയറൊന്നുമല്ല, ഇവിടെ കറൻസിയാണ് എക്സ്ചേഞ്ച് ചെയ്യുക. ഇന്ത്യൻ കറൻസി കൊടുത്ത് ഫോറിൻ കറൻസി വാങ്ങുക, വെക്കുക. ഇന്ത്യൻ രൂപേൻ്റെ വാല്യൂ കൂടാറുണ്ട്, കുറയാറുണ്ട്. റുപ്പി ഡിപ്രീസിയേഷൻ, റുപ്പി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അവിടെ എന്താ ഡീൽ ചെയ്യുക? ബൈങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫോറിൻ കറൻസീസ്. കറൻസി അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യൽ ആരാണ്? RBI ആണ്. ഇൻഫ്ലുവൻസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇൻഫ്ലേഷൻ, ഫോറിൻ റിസർവ്. അപ്പോൾ ഈ പറഞ്ഞ എലമെൻറ്റുകളൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്? ഫോറക്സ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ മാറ്റം വന്നാലോ, ഇൻഫ്ലേഷനിൽ മാറ്റം വന്നാലോ, ഫോറിൻ റിസർവിൽ ചേഞ്ച് വന്നാലോ ഒക്കെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്തുണ്ടാക്കാറുണ്ട്? ഫോറക്സ് മാർക്കറ്റിൽ അത് കൊണ്ടുവരാറുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മറ്റൊരു പാർട്ടാണ് അല്ലെങ്കിൽ ടൈപ്പാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ വരിക ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് വരിക. F&O എന്ന് ചുരുക്കി പറയാറുണ്ട്. നമുക്ക് സിലബസിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സ്, എന്താണ് ഓപ്ഷൻസ്, സ്വാപ്പ് ഒക്കെ. ഇവയൊക്കെയാണ് ഡെറിവേറ്റീവ്സ് ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ് ആണ്, ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ബൈ സെൽ ചെയ്യുന്ന സെല്ലാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. പിന്നെ അതെന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, ആർബിട്രേജ് ഇതിനൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുക. മെയിനായിട്ട് ഹെഡ്ജിങ് ആണ്. പിന്നെ വിലയിലുള്ള മാറ്റം അനുസരിച്ച് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സ്പെക്കുലേറ്റേഴ്സ് ഇവിടെ വരും. പിന്നെ രണ്ട് വില എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർബിട്രേജേഴ്സും ഈ മാർക്കറ്റിൽ വരാറുണ്ട്. പിന്നെ ക്രെഡിറ്റ് മാർക്കറ്റ് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ വേറൊരു രൂപമാണ്, അല്ലെങ്കിൽ വേറെ ടൈപ്പാണ്. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ എന്തായിരിക്കും? ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ ഡീൽ ചെയ്യുക ആ മാർക്കറ്റിൽ. അതായത് ലോൺ, ലീസ്, HP, ഹയർ പർച്ചേസ് പോലുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ ഡീൽ ചെയ്യും. ബാങ്ക്സ് ആൻഡ് NBFCs ആർ മേജർ പാർട്ടിസിപ്പൻസ്. ക്രെഡിറ്റ് മാർക്കറ്റിലെ മെയിനായിട്ട് ടീം ആരായിരിക്കും ഉണ്ടാവുക? ബാങ്കുകളായിരിക്കും ഉണ്ടാവുക. ബാങ്ക് മാത്രമല്ല, NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ IC എന്താ പറയുക, ഡെപ്പോ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ടല്ലോ, സിഡ്ബി, നബാർഡ് പോലുള്ളൊക്കെ NBFC കാറ്റഗറിയിലാണ് വരിക. ഇവരൊക്കെയാണ് മെയിനായിട്ട് ക്രെഡിറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, ഒന്ന് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പല ടൈപ്പ് ഉണ്ട്. മണി മാർക്കറ്റ്, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൈമറി, സെക്കൻഡറി, പിന്നെ അതിന് പുറമെ ഫോറക്സ് മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ്. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. മെയിനായിട്ട് വരുന്ന മൂന്നാമത്തെ എലമെൻ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമുക്ക് പറയേണ്ടത് ഇതേ ഉള്ളൂ, ഫിനാൻഷ്യൽ സർവീസാണ്. അപ്പോൾ നോക്കാം, മൂന്നാമത്തെ ഏതാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ അസെറ്റ് ആണ്, ഫിനാൻഷ്യൽ അസെറ്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇക്വിറ്റി, ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട് ഒക്കെ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഫിനാൻഷ്യൽ അസറ്റും കൂടിയാണ്. അത് നോക്കാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇവ രണ്ടിൻ്റെയും മിക്സ് ഉണ്ട്. അതിനെന്ത് പറയല്? ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻ്റ് പറയാം. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്, ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട്, ഡിബെഞ്ചർ, വ്യത്യാസം നേരത്തെ പറഞ്ഞത്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞാൽ മെയിനായിട്ട് ഷെയറുകളാണ് വരിക. ഇക്വിറ്റി ഇക്വിറ്റി ഓണേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ഉദ്ദേശിച്ചത്. കമ്പനീൻ്റെ റിയൽ ഓണേഴ്സ് ആരാണ്? ഇക്വിറ്റി ഹോൾഡേഴ്സായ ഈ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുന്നവരാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കൺവേർട്ടബിൾ ഡിബെഞ്ചറാണ് എന്ന് പറയുമ്പോൾ ആദ്യം ഇക്വിറ്റിയാണ്, പിന്നീട് എന്ത് ചെയ്യും? ആദ്യം ആ ഡിബെഞ്ചർ എന്ത് ചെയ്യും? ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ മിക്സായി മാറിയല്ലോ, രണ്ടും കൂടെ രൂപമായല്ലോ. അതാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞാൽ. ഡെപ്റ്റ് പിന്നീട് ഒരു കാലത്ത് അഗ്രിമെൻറ്റ് പ്രകാരം എന്ത് ചെയ്യും? ഇക്വിറ്റിക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് പറയേണ്ടത് ഈ വേറെ ഇൻസ്ട്രുമെൻറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്ന F&O സെഗ്മെൻറ്റിൽ വരുന്ന
ഡെറിവേറ്റീവ്സ് വലിയൊരു എലമെൻ്റാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ. പിന്നെ ഏറ്റവും നാലാമത്തെ അവസാനത്തെ മെയിൻ കാറ്റഗറിയാണ് എന്ത്? ഫിനാൻഷ്യൽ സർവീസ്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സർവീസായിട്ട് നൽകുകയാണ്. അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ടൊക്കെ ഉദ്ദേശിച്ചത്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്, ക്രിസിൽ. പിന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരാറുണ്ടല്ലോ, എന്താ പറയുക, ക്രെഡിറ്റ് റേറ്റിംഗ് കൂടി കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഒരുപാടെണ്ണമുണ്ട്. പിന്നെ സിബിൽ സ്കോർ അതവരെ ഉദ്ദേശിച്ചാണ്. അത് ക്രെഡിറ്റ് റേറ്റിംഗ് അല്ല, അത് ഇൻഫർമേഷൻ ഏജൻസിയാണ്. പിന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഫിനാൻഷ്യൽ സർവീസിൽ വരിക. ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സർവീസാണ് വരിക? അസറ്റ് മാനേജ്മെൻറ്റ് സർവീസ്, AMC എന്ന് പറയും കേട്ടോ, ചുരുക്കിയിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് സർവീസ്. എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ, ക്രിസിൽ, ICRA പോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്. അത് റേറ്റ് ചെയ്യാറുണ്ട്. ആ റേറ്റിംഗ് വലിയ ഘടകമാണ് ഇന്നത്തെ കാലത്ത് ലോൺ കിട്ടാനൊക്കെ. ഒരു 750 ഒക്കെയാണ് നോർമൽ സിബിൽ സ്കോർ. അപ്പോൾ ആ സ്കോർ കൂടിയാലും കുറഞ്ഞാലും ഇൻട്രസ്റ്റ് റേറ്റിനെ ബാധിക്കാറുണ്ട്. സ്കോർ ഉള്ളവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടാറുണ്ട്, കുറച്ചൊരു ഇൻട്രസ്റ്റ് റേറ്റ് കുറവുണ്ടാവാറുണ്ട്. സ്കോർ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ലോൺ പാസ്സാവാൻ പ്രയാസം ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ പ്രയാസം ഉണ്ടാക്കിയില്ലെങ്കിലും റേറ്റ് കൂടും ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് എന്തിൻ്റെ പേരിൽ? ഇവർക്ക് റേറ്റിംഗ് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അത് റേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതൊരു ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യുക സെക്ടറിൽ. ഇപ്പോൾ ഓരോ ആളുകളനുസരിച്ച് ഓരോ ആളുകളുടെ രീതി വ്യത്യാസം ഉണ്ടാകും, അവരുടെ ഒബ്ജക്റ്റീവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് ഫണ്ട് ഫ്യൂച്ചറിൽ വരിക, അപ്പോൾ ഏത് സമയത്താണ് വരിക, അപ്പോൾ ഇത് അവർക്ക് ഏറ്റവും യോജിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണ്? ഡെപ്റ്റ് ആണോ, ഇക്വിറ്റി ആണോ, മ്യൂച്വൽ ഫണ്ടാണോ, അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റാണോ? അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ സെക്ടർ വൈസ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പറയേണ്ട ആളുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറികൾ എന്നാണ് കാറ്റഗറി. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അവർ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുക. കാരണം ഇന്നൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലത്തേക്ക് വെക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്, സ്റ്റോക്കുകളിൽ അതിൽ വിലയിൽ മാറ്റം വരുന്നുണ്ട്, കമ്പനീൻ്റെ റിസൾട്ടിലും പെർഫോമൻസിൽ മാറ്റം വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്റ്റോക്കിൽ പ്രൈസിൽ മാറ്റം വരുത്തും. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിലപ്പോൾ ചില സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടി വരും, ചില സ്റ്റോക്ക് എന്ത് ചെയ്യേണ്ടി വരും? വിറ്റ് ഒഴിവാക്കേണ്ടി വരും, ചിലത് കുറച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരും, ചിലത് അവറേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഭാഗമാണ്. ഓക്കെ. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ്, ക്രിസിൽ, ICRA പോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്. ഇവരെന്ത് ചെയ്യാറുണ്ട്? ബോണ്ടുകളെ, വ്യക്തികളെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഒക്കെ റേറ്റ് ചെയ്യാറുണ്ട്. രാജ്യങ്ങൾ റേറ്റ് ചെയ്യാറുണ്ട്. അത് അവർ റെഗുലറായിട്ടത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യാം? അവരെ പെർഫോമൻസിൽ മാറ്റം വരും, വിലയിൽ മാറ്റം വരും, ഡിമാൻഡ് സപ്ലൈയിൽ മാറ്റം വരും. പിന്നെ ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റും ഇതിൽ വരും. ഈ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇൻഷുറൻസ് റിസ്ക് പ്രൊട്ടക്ഷൻ്റെ ഭാഗം കൂടിയാണല്ലോ. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഭാഗം കൂടിയാണ് ഇൻഷുറൻസ്. അപ്പോൾ ആ ഗ്രൂപ്പും എന്തിൻ്റെ ഭാഗമാണ്? ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പം നോക്കാം, ഇതിൻ്റെ കൂടെ പറയുകയാണ് എന്തൊക്കെയാണ് റെഗുലേറ്റിംഗ് ഏജൻസികൾ. ഇപ്പോൾ ബാങ്കിൻ്റെ റെഗുലേറ്റിംഗ് ഏജൻസി RBI ആണ്. ബാങ്ക് മാത്രമല്ല, മണി മാർക്കറ്റിൻ്റെയും. നേരത്തെ പറഞ്ഞാലോ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അല്ലെങ്കിൽ മണി മാർക്കറ്റും ബാങ്കിങ്ങും RBIൻ്റെ കീഴിൽ വരും. പിന്നെ സെബി ഏതാണ്? ക്യാപിറ്റൽ മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും റെഗുലേറ്റ് ചെയ്യൽ സെബിയാണ്. ഇൻഷുറൻസ് സെക്ടറിനെ IRDA, പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, 1999 ആക്ട് പ്രകാരമാണ് IRDA ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത്. 1999 ആക്ട് പ്രകാരമാണ് അവരെന്ത് ചെയ്യുക? അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് പോളിസി ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഇൻഷുറൻസ് സെക്ടർ റെഗുലേഷനൊക്കെയാണ് ഉദ്ദേശം. എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അവരാണ് ഇടപെടുക. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ അവരോടാണ് നമ്മൾ പരാതിപ്പെടാറുള്ളത്, ക്ലെയിം കിട്ടാത്ത കേസിലൊക്കെ. പിന്നുള്ളത് PFRDA ആണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണെന്ത്? PFRA. പെൻഷൻ ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് PFRA ആണ്. ഇൻഷുറൻസ് സെക്ടർ IRDA ആണ്. പിന്നെ ഇതിലെല്ലാം പുറമെ എല്ലാറ്റിൻ്റെ മുകളിൽ ആരുണ്ട്? മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഉണ്ട്, എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ആണ്: RBI, SEBI, IRDA, PFRDA. ഇനി നമുക്ക്
ഇതിൻ്റെ കൺക്ലൂഷൻ ഭാഗമാണ് നോക്കേണ്ടത്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് 4 പോയിന്റ് പറഞ്ഞല്ലോ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ സർവീസ്. അത് 4 പറഞ്ഞ ശേഷം അത് 4 എന്തും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇനി എൻ്റെ കൺക്ലൂഷനാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. എന്തൊക്കെയാണ് ഏറ്റവും റീസെൻ്റായി വന്ന മാറ്റങ്ങൾ? നമുക്ക് ഇപ്പോൾ UPI ഉണ്ടല്ലോ അല്ലേ, ഈ ജൂലൈ 1 മുതൽ UPIയിൽ പല മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊരു റീസെൻറ്റ് ചേഞ്ചാണ്, പിന്നെ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ ആദ്യത്തെ നോക്കാം, ഡിജിറ്റൽ ബാങ്കിങ് ആണ്. ഫിൻടെക് ഇന്നോവേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ടല്ലേ, ഫിൻടെക് കമ്പനികളുണ്ട്. അവർ ഇന്ന് എന്താണ് ഓൺലൈനിലാണല്ലോ, ബൈയിങ്, പേയ്മെൻറ്റും ഫണ്ട് ട്രാൻസ്ഫറും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ് ഈ ഫിൻടെക് ടീം ഉദ്ദേശിച്ചത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ് ഇനീഷ്യേറ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ജൻധൻ യോജന അക്കൗണ്ടുകൾ അല്ല, അത് ആദ്യം കൊണ്ടുവന്നത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്. എന്നിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് ഇനി സബ്സിഡികൾ ഇനി ഡയറക്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമാണ് ഈ ജൻധൻ യോജന, അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ BSBD പോലെ അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യാം, പരിമിതമായ സൗകര്യം അപ്പോൾ ഉണ്ടാവുള്ളൂ അതിൻ്റെ ചാർജ് കുറയുമ്പോഴേ. എങ്കിലും അപ്പോൾ അത്ര ആളുകൾക്ക് അത് ഉപയോഗിക്കാം. അത്യാവശ്യം വലിയ ട്രാൻസാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രീമിയം വേറെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഭാഗമായിട്ട് പല മെഷേഴ്സും പലതും നമുക്ക് കാണാറുണ്ട്. പിന്നെ RBI മോണിറ്ററി പോളിസി റിഫോംസ് ഉണ്ട്. RBI മീറ്റിംഗ് കൂടാറുണ്ട്. റേറ്റുകൾ ഇപ്പോൾ എന്താ പറയുക, CRR, SLR, ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ മാറ്റം വരുത്താറുണ്ട് അത്തരം മീറ്റിങ്ങിൽ. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. പിന്നെ ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് SIP. ഇന്നത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് ഇതുവരെ കൂടുകയായിരുന്നു, ഇപ്പോൾ കുറയുന്നുണ്ടെന്നാണ് പറയുന്നത്. SIP മറ്റൊരു മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന SIP ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സെക്ടറിലേക്ക്, ഒരു ഫണ്ടിലേക്ക്, ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കോ ഒരു സ്റ്റോക്കിലേക്കോ റെഗുലറായിട്ട് ഫണ്ട് ഇടുന്നതിന് എന്താ പറയല്, SIP എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓരോ മാസം ഒരാൾക്ക് കിട്ടുന്ന ഒരു 5000 രൂപ ഏതൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നമ്മൾ കുറിയിലൊക്കെ ചേരുന്ന പോലെ. അപ്പോൾ 12 അടവ് ഒരു വർഷത്തിൽ കിട്ടും. അപ്പോൾ 12 × 10,000 ആണെങ്കിൽ 1,20,000 രൂപ ആ ഫണ്ടിലേക്ക് എത്തി. അടുത്ത വർഷവും അതേപോലെ വരും. പക്ഷേ അതിൻ്റെ മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആദ്യ വർഷത്തിൽ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് 10 പോയിട്ടുണ്ടല്ലോ, അതിന് വീണ്ടും അപ്രീസിയേഷൻ സംഭവിക്കും. കാരണം അത് ആ ഫണ്ട് പിന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മൾ കോൺട്രിബ്യൂഷനേക്ക് വന്നുകൊണ്ടേക്കുന്നുണ്ട്. അതിന് പുറമെ ആ ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ പോലെ ഫണ്ട് ഇപ്പോൾ 10, 20 അല്ലെങ്കിൽ 15% ഗ്രോത്ത് ഉള്ളൊരു ഫണ്ടാണെങ്കിൽ നമ്മൾ 10 മാസം 10,000 രൂപ ഇട്ടിട്ട് വർഷത്തിൽ 1,20,000 രൂപ ആയി. ഇതിന് പുറമെ അതെന്തും കൂടിയാവും ആ വർഷത്തിൽ ഒരു 20% അല്ലെങ്കിൽ 10% അത് എക്സ്പാൻഡ് ചെയ്യും, അത് അപ്രീസിയേഷൻ സംഭവിക്കും. അപ്പോൾ ഫണ്ട് ഒന്നുകൂടി കൂടി. ആ ഫണ്ടിലേക്ക് പിന്നെ അടുത്തൊല്ലം വീണ്ടും വരുന്നുണ്ട്, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും വരുന്നുണ്ട്. ഒരു 5 വർഷം വെച്ചായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് 10 മടങ്ങ് കൂടിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ആദ്യത്തെ ഫണ്ട് അവിടെ കിടക്കുന്നുണ്ട്, അതിന് കോമ്പൗണ്ടിങ് സംഭവിക്കുന്നുണ്ട്, കോമ്പൗണ്ടിങ്ങിന് മേൽ കോമ്പൗണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാജിക്കൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ SIP ഇപ്പോൾ 8ാമത്തെ ലോകാത്ഭുതം എന്ന് പറയാറുണ്ട്. ഏതാളുകൾക്കും അവർക്ക് അനുയോജ്യമായ SIP പ്ലാനിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഫണ്ട് കോൺട്രിബ്യൂട്ട് ഫണ്ട് റൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രിപ്റ്റോ കറൻസികളും ഇന്നത്തെ ഒരു ഇന്നോവേറ്റീവായ ഒരു ഫിൻടെക്കിൻ്റെ ഭാഗമാണ്. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ ഉൾപ്പെടുത്താം. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണുള്ളത്? നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഫണ്ടില്ലാത്ത ആൾക്കാരുണ്ട്, ഫണ്ടുള്ളവരുണ്ട്. അത് അങ്ങോട്ട് ചാനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 കൂട്ടർക്ക് ഫണ്ട് കിട്ടി, ഫണ്ട് കൊടുത്തവർക്ക് റിട്ടേൺ കിട്ടി, ഫണ്ടില്ലാത്തവർക്ക് ഫണ്ട് കിട്ടി. അതിനൊരു പേയ്മെൻറ്റ്, ചാർജ്, ഇൻട്രസ്റ്റ് പോലെ തിരിച്ച് കൊടുത്താൽ മതി. നോക്കാം. പ്രൊമോട്ട് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എൻകറേജസ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഫെസിലിറ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എൻഹാൻസ് എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരും. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഉണ്ടായി തന്നെ അതൊക്കെ നടക്കും. അതായത് സേവിങ് ഉണ്ടായാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കും. അത് ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിക്കഴിഞ്ഞാലോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകും. ഇൻഫ്രാസ്ട്രക്ചറുകൾ സർക്കാരിന് വരുമാനം കൂടും, ടാക്സ് കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. അതോടുകൂടി എന്താവും, ഇക്കണോമി എന്ത് ചെയ്യും, സ്റ്റേബിൾ ആവും. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ ഈ പോയിന്റുകളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെമായി ബന്ധപ്പെട്ട MCQ സീരീസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം.
വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഞാൻ ആദ്യം പറഞ്ഞു 4 പോയിന്റ് എപ്പോഴും ഓർമ്മ വേണമെന്ന്. അത് 4 ഓർമ്മ ഉള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഒരു പാർട്ടാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇവയെല്ലാം എന്ത് 4 കമ്പോണ്ടിൽ വരും. ഏത് വരില്ല? ഫിസിക്കൽ പോളിസി. അത് എന്തിൻ്റെ പാർട്ടല്ല? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. അത് അണ്ടറിൽ വരുന്ന വേറൊരു പോയിൻ്റാണ് അത്. മെയിൻ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യൽ ആരാണ് പറഞ്ഞത്? RBI ആണ്. ആ സമയത്ത് പറഞ്ഞിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന സെക്കൻഡറി മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യൽ ആരാണ്? അത് സെബി ആണ്. ഒരിക്കലും RBIയോ മിനിസ്റ്റർ ഓഫ് ഫിനാൻസോ ഒന്നും IRDA ഒന്നുമില്ല. IRDA എന്താണ്? ഇൻഷുറൻസ് സെക്ടറാണ് റിലേറ്റ് ചെയ്യുന്നത്. മറ്റേ ക്വസ്റ്റ്യൻ, ദ മാർക്കറ്റ് വേർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ഫോർ ഫസ്റ്റ് ടൈം ഈസ് കാൾഡ്. ഫ്രഷ് ആണ്, അത് ഫസ്റ്റ് ടൈം ആണ്, ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന മാർക്കറ്റ് ഏതാണ്? കൺഫ്യൂഷൻ ഉണ്ടായാലും സെക്കൻഡറി ആണോ പ്രൈമറി ആണെന്നാണ്. ക്യാപിറ്റൽ മാർക്കറ്റും ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സബ് കാറ്റഗറിയാണ് എന്ത്? സബ് പോയിൻ്റാണ് എന്ത്? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഡെറിവേറ്റീവ് വേറെ തന്നെയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് വഴിയുള്ള ഭാഗത്തേക്ക് ഡൗട്ട് വന്നേക്കാം. അപ്പോൾ ഡൗട്ട് വരേണ്ട കാര്യമില്ല. പ്രൈമറി മാർക്കറ്റാണ് ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ആദ്യമായിട്ട് പ്രൈമറി മാർക്കറ്റിലാണ് വരിക. പിന്നീട് അത് ബൈ സെല്ല് നടക്കുന്ന സ്ഥലമാണ് എന്ത്? അതേ സംഭവം പിന്നീട് ബൈ സെൽ ചെയ്യുമ്പോൾ അത് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയും. വിച്ച് ഓഫ് ദി ഫ്ലോ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ മണി മാർക്കറ്റ്? മണി മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ? വിച്ച് ഓഫ് ദി ഫ്ലോ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ മണി മാർക്കറ്റ്. അപ്പോൾ ഓരോ എണ്ണ ഉണ്ടാവുള്ളൂ. ഏതാ നോക്കാം. ഇക്വിറ്റി ഷെയറും ഡിബെഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയറും ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിലോ 1 ഇയർ ആണ്. 1 ഇയർ മെച്യൂരിറ്റി ഉള്ളതാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റികളൊക്കെ 1 ഇയർ ബിലോ ഒക്കെ ആക്കാം, പക്ഷെ എബോവ് ആവാം. പക്ഷേ മറ്റത് എന്ത് ഉണ്ടാവുള്ളൂ? ബിലോ 1 ഇയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പെട്ട ഒന്നാണ് ഇവിടെ ട്രഷറി ബില്ല്. ബിലോ 1 ഇയർ ആണ് അതിൻ്റെ നോർമലി അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവാറ്. 182 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ദി ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ? ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റർ ആരാന്ന് ചോദിച്ചത്? സെബി അല്ല, അത് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററാണ്. RBI അല്ല, അത് ബാങ്കിങ് റെഗുലേറ്ററാണ്. പിന്നെ IRDA ആണ്, അതാണ് എന്ത്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഇൻഷുറൻസ് റെഗുലേറ്റർ. പിന്നെ PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററും കൂടിയാണ് നേരത്തെ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ്. സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് ആയിരുന്നു, ന്യൂ ഇഷ്യൂ ആണ്. സെക്കൻഡറി മാർക്കറ്റ് ഞാൻ പറഞ്ഞു എന്ത്? അത് പിന്നീട് ബൈ സെൽ ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തും, സെക്കൻഡറി മാർക്കറ്റ് എത്തും. അതിന് വേറെ പേരെന്ത് തന്നെയാണ്? എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അവിടെ ഫ്രഷ് ഇഷ്യൂ അല്ലല്ലോ, അവിടെ ഓൾറെഡി ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുക വിൽക്കുക ചെയ്യുന്നത്, ബൈ സെൽ ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പിന്നെ പറയാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് പറയാം, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പറയാം. എന്തല്ല? ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ല, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ല, ഡെറിവേറ്റീവ് മാർക്കറ്റും അല്ല. പ്രൈമറി ഫങ്ഷൻ ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താ? നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സ് കളക്ഷൻ അല്ല, റെഗുലേഷൻ ഓഫ് പ്രൈസ് അല്ല. ഇതിലേറെ നല്ല പോയിന്റ് എന്താണ്? മൊബിലൈസേഷൻ ഓഫ് സേവിങ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പോയിൻ്റായി പറഞ്ഞിരുന്നല്ലോ. അതാണ് എടുത്ത ആൻസർ. എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ നല്ല ആൻസർ C തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഇസ് നോട്ട് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നേരെ പഠിച്ചിരുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി ഒന്നും അല്ലാത്ത എന്താ പറയുക, ട്രഷറി ബില്ല്, CD, CP എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവയെ ചോദിച്ചത് നോട്ട് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കൊമേഴ്സ്യൽ പേപ്പർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. CD ആണ്. ബോണ്ടല്ല, ബോണ്ടും ഷെയറൊക്കെ എന്താണ്? സെക്കൻഡറി ആണ്. കാൾ മണി മാർക്കറ്റ് എന്താണ്? വളരെ കുറഞ്ഞ ബിലോ എന്താ പറയുക, ഷോർട്ട് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് വരിക? കാൾ മണി മാർക്കറ്റൊക്കെ വരിക. ഒറ്റ ദിവസത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉപയോഗിക്കൽ, ബാങ്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ C ആണ് ആൻസർ. പിന്നെ വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്? വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഏതാ ചോദിച്ചത്? ട്രഷറി ബില്ലും കൊമേഴ്സ്യൽ പേപ്പറും പിന്നെ കാൾ മണി മാർക്കറ്റൊക്കെ
മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇക്വിറ്റി ഷെയറും ഡിബെഞ്ചറൊക്കെ ബോണ്ടൊക്കെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റും ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി റെഫേഴ്സ് ടു, എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറയാൽ? എ പേഴ്സൺ ഹു സെൽ സ്റ്റോക്ക് അല്ല. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ചാനൽസ് ഫണ്ട് ഫ്രം സേവേഴ്സ് ടു ബോറോവേഴ്സ്, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് ഫണ്ട് ചാല് കയറി വിടുന്ന ആളുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് പറയുക, അവിടെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ ഇൻ്റർമീഡിയറി. ഗവൺമെൻറ്റോ ടാക്സ് കൺസൾട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. ബാക്കി ക്ലാസ്സുകൾ തുടർന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.